ഹലോ ഗൈസ്, എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഞാനിന്ന് പോയതൊരു അമ്പലത്തേക്കാണ്. മന്ദാരഗിരി ഹിൽസ് എന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം ഉള്ളത്. അതായത് എല്ലാവർക്കും കാണുമ്പോൾ വളരെയധികം പ്രത്യേകത വരെ തോന്നും. അപ്പോൾ ഗൈസ്, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജെയിൻ മതക്കാരുടെ ക്ഷേത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വെറും 10 രൂപയെ ടിക്കറ്റിന് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയി കാണുന്ന ഈ പ്രതിമ ചന്ദ്രനാഥ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനാണ്. ഇപ്പൊ താഴെ കാണുന്ന ഈ പ്രതിമ എന്തിനാണ് അർത്ഥം വെക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന്റെ ഹിസ്റ്ററിയും ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് പീകോക്ക് ടെമ്പിളിലേക്കായിരുന്നു. നല്ല മയിൽപീലി പോലെയൊക്കെ ഡിസൈൻ ചെയ്ത ഈ അമ്പലത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഗുരുമന്ദിറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെയുള്ള ഒരുപാട് പ്രതിമകളും പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ട്. അതായത് അവരൊന്നും ഇങ്ങനെ വസ്ത്രം ധരിക്കാത്തവയായിരുന്നു. ഇതിന്റെ ഹിസ്റ്ററി എനിക്ക് അറിഞ്ഞൂടാ, അറിയുന്നവർ കമന്റ് ചെയ്തു. അപ്പൊ അവിടെ നിന്ന് വന്നതിന് ശേഷം നമുക്ക് പോകാനുള്ളത് ഈ മലയുടെ മുകളിലുള്ള അമ്പലത്തിലേക്കാണ് കേട്ടോ. ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പതുക്കെ നമ്മൾ അങ്ങോട്ടുള്ള യാത്ര തുടങ്ങി ഗൈസ്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ കാണാനൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്നൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ടാണ് പോയത്. പിന്നീട് ഈ പാറയിൽ കുത്തിവെച്ചിരിക്കുന്ന ഈ പടികള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 450 പടികളോളം കാണും. ഈ പടി കയറി ചെന്നാലേ മുകളിലുള്ള ഈ അമ്പലത്തിൽ എത്താൻ പറ്റുള്ളൂ. പടി കയറാൻ പറ്റാതെ തന്നെ ഒരുപാട് പേര് തിരിച്ചു വരുന്നതും ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഞാൻ എൻ്റെ കോൺഫിഡൻസ് കിട്ടില്ല, നേരെ മുകളിലോട്ട് കയറണം തന്നെ വിചാരിച്ചു. കയറും വയ്യാതായിട്ടാണ് ഗൈസ് ഞാൻ അവിടെ എത്തിയത്. പിന്നെ കയറും തോറും കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ അടുത്തെത്താറായി ഗൈസ്. പിന്നെ നേരെ ചെന്നതും ടൈം ലാഗ് ആക്കിയില്ല, നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഒരു പീസ് ഓഫ് മൈൻഡ് ആയിരുന്നു ഗൈസ്. എനിക്ക് നിങ്ങൾക്കിത് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല ഗൈസ്. കാരണം ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനം, സന്തോഷം, ഏകാന്തത എല്ലാം എനിക്ക് കിട്ടിയ പോലെയാട്ടോ തോന്നിയത്. ഇവിടെ കൂടുതലും ബുദ്ധന്മാരുടെ ഒരു പ്രതിമകളും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ എന്താ പ്രതിഷ്ഠ, അങ്ങനെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരുപാട് ബുദ്ധന്മാർ ഈ ഒരു ആലിൻ്റെ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഈ 4 ബുദ്ധന്മാരുടെ ചുറ്റും ഒരുപാട് പ്രതിമകളെ കുത്തിവെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ വളരെ രസമുണ്ടായിരുന്നു. അതായത് നിങ്ങളിത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് തന്നെ കാണണം. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരു നല്ലൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരിക. ഒട്ടും ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുത്തൊരു പോസിറ്റിവിറ്റി നമുക്കത് അനുഭവിക്കാൻ പറ്റും ഗൈസ്. സത്യം പറഞ്ഞാൽ റൂമിന് ഞാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തി കുറച്ച് നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലെല്ലാ കാര്യങ്ങളും ഒന്ന് കൂളായി. ഞാൻ കുറച്ചൊന്ന് ഓക്കെ ആയി. എനിക്ക് ഇനിയും അവിടെ ചെന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ യൂണീക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. പിന്നെ ഈ ടെമ്പിളിന്റെ പിൻവശത്തായിട്ട് ഒരു ലേക്കൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമാട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ താഴോട്ടൊക്കെ ഇറങ്ങി ചെറുതായിട്ട് ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ പതുക്കെ റൂമിലേക്കൊക്കെ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.